ഉറക്കത്തിൽ നേടിട്ടപ്പോഴാണ് മലയാളിക്ക് എന്താണെന്നൊരു പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. ആ വേർഡാണ് പിന്നെ ആൾക്കാരെല്ലാം കൂടി എടുത്തുകൊണ്ട് പോയി മലയാളിക്ക് എന്താടാ, മലയാളി പുളിയാടാ, അങ്ങനെയൊക്കെ ഒരു വേർഡ് എന്നൊരു തോട്ടിൽ നിന്നൊക്കെയാണ് ഈ സംഭവം സ്പാർക്ക് ചെയ്യുന്നത്. ഇവിടുന്നാണ് ഈ കേരളം വിട്ടാൽ എൻ്റെ പാട്ട് ഇന്റർനാഷണൽ ആവുന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടാവുന്നത്. സോ ആ തോട്ട് എനിക്ക് ഇവിടെ നിന്ന് തന്നു. എൻ്റെ മണ്ണ് മലബാർ എന്ന് പറയുമ്പോൾ മലയാളമല്ല. അത് മാത്രമേ ഡാബ്സിയുടെ ഒക്കെ സാധനം വന്നു കഴിഞ്ഞിട്ടാണ് മറ്റേ മെലോഡിക് ആയിട്ടുള്ള പരിപാടി ഇതിനകത്തോട്ട് ഇത്തിരി ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഡൈനാമിക് ആവുന്നു എന്നുള്ളത്. അപ്പൊ ഞാനിപ്പോ മറ്റേ ഇടയ്ക്ക് ഇരുന്നിട്ട് ബാക്കിലൂടെ ഒരു ഹൈ ഒക്കെ പോകും കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ സൗണ്ട് ഇച്ചിരി കുറക്കേണ്ടി വരും, പക്ഷെ കുഴപ്പമില്ല. ഇതിന്റെ ഒരു സംഭവം വെച്ചാൽ നമ്മളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കണ്ട് പഠിക്കുന്നവരാണ്. നമുക്ക് ആദ്യം റെഫറൻസസ് ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ വളരുന്ന സമയത്ത് ഇപ്പൊ ഞാനാണ് ആദ്യം റാപ്പ് എന്ന് പറഞ്ഞാലും ഞാൻ MC കൂപ്പറിൽ നിന്ന് പലതും പഠിച്ചിട്ടുണ്ട്, ഡാബ്സിയുടെ നിന്ന് പലതും പഠിക്കുന്നുണ്ട്. നമ്മൾ പരസ്പരം ഇതെല്ലാം ഷെയർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്ക് അങ്ങനത്തെ ഒരു വലിയൊരു പബ്ലിക് ഇതിനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അതൊരു റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. അപ്പം അതിനനുസരിച്ച് നമ്മളും വളരണം. അപ്പം നമ്മൾ ആ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആവുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ചുള്ള വ്യൂസാണ് നമ്മളെ ഷേപ്പ് ചെയ്യുന്നത്. അപ്പം പയ്യെ നമ്മുടെ എൻ്റർടൈൻമെൻ്റ് എന്നുള്ള ഇതിൻ്റെ ഭാഗമായിട്ടും പൊളിറ്റിക്സ് വരുന്നുണ്ട്, നമ്മുടെ പെർസ്പെക്റ്റീവിൻ്റെ പല സാധനങ്ങൾ, നമ്മുടെ റെപ്രസെൻറ്റേഷൻ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഞാൻ ഏറ്റവും കണ്ട റാപ്പ് അതൊക്കെയാണ്. ഇങ്ങനെയാണ് അതിന്റെ റൈംസ് ഒക്കെ പോണത്. പദപ്പയറ്റുകൾ നടക്കുന്നുണ്ട്. അത് യേശുദാസാണ് പാടിയിട്ടുള്ളത്, കുറേ പാട്ടുകൾ. അപ്പോൾ ഇവിടെ എന്താണ് ഒരു മതത്തിന്, എന്താണ് ആർട്ടിൽ, എന്താണ് ഇതുള്ളത്? നിങ്ങൾ ഉണ്ടാക്കുന്ന മ്യൂസിക് സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സിനിമ എന്നൊരു വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ അതിന് വല്ലാതൊരു ബൂസ്റ്റ് കിട്ടുന്നുണ്ട്. കാരണം ഞാൻ കിരീടം എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല, ഇങ്ങനെ ലൂപ്പിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ കേട്ട പാട്ട് ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നതല്ലേ. ആ ഒരു സിനിമയുടെ ഇമ്പാക്ട് നിങ്ങളുടെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, തിരിച്ചും കൊടുക്കുന്നുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ട്രാൻസാക്ഷൻ. എടുക്കാനും തയ്യാറാണ്. ഇപ്പോഴുള്ള ടെക്നീഷ്യൻസ് ആണെങ്കിലും മ്യൂസിക് നമ്മളൊക്കെ ഭയങ്കര റെസ്പെക്ടിന് എത്ര ആൾക്കാരോട് ഇപ്പൊ നമ്മളൊക്കെ പണിയെടുക്കും. ഇപ്പൊ ദീപക് ദേവ് സാറും അല്ലെങ്കിൽ ഇതൊക്കെ അത്രയും ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് എന്നൊന്നും ഞാൻ പറയില്ല, സ്വീകരിച്ച ആൾക്കാർ, കലനെ എല്ലാ നാട്ടുകാരും ഉൾക്കൊണ്ട കലാകാരന്മാരാണ്. ഇപ്പോൾ ദീപക് ദേവാണ്, ജെയ്ക്സ് ബിജോയ് സാറാണ്, സുഷിൻ ശ്യാമാണെങ്കിലും ഇവരൊക്കെ നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം, ആ വിളിനെ നമ്മൾ ഇഷ്ടപ്പെടണേ. അതിനുശേഷം ഉണ്ടാവുന്ന ടെൻഷനും ബാക്കിയുള്ള അല്ലേ പിന്നെ മറ്റേ അതിലൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ സിനിമയും മാറിയിരിക്കുന്നു. നമ്മുടെ സിനിമയും നിങ്ങൾ പറഞ്ഞ പോലെ റൂട്ട്സിലേക്ക് പോവുകയാണ്, കൂടുതൽ റൂട്ട്സിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള മ്യൂസിക്, അവിടെ നിന്നുള്ള ഒരു കൾച്ചർ, അതിന്റെ റെപ്രസെന്റേഷൻ കറക്റ്റ് ആയിട്ട് സിനിമയിലും വരണം. അത് അവരുടെയും കൂടെ ആവശ്യം. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ അമാൽഗമേഷൻ. പിന്നെ ഇവരൊക്കെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇവർ പറയാതെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ കേരളത്തിൽ 3.5 കോടിയോ അല്ലെങ്കിൽ എത്ര ജനങ്ങൾ ശരാശരി എന്നുള്ള ചെക്ക് ചെയ്താൽ കിട്ടും. അപ്പം ആ ഒരു ആൾക്കാർക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണോ അതോ വോൾ വേൾഡിന് വേണ്ടിയിട്ടാണോ കല ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ചിട്ട് എപ്പോഴും സെൽഫിലുണ്ടാവും. സോ അവിടെയാണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഓക്കെ മലബാർ ഇജ്ജി പജ്ജി നെജ്ജി കുജ്ജി ഇത് മലബാറിലുള്ള ഒരു ചേരിയിലെ ആൾക്കാർക്ക് മാത്രമേ അറിയൂ. കാര്യം ഇന്ത്യയിലെ അറബിക്ക് ഞാൻ അലിഫിലും അതുപോലെ കൽബുംകട്ടിയിലും ഇതിലൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മലയാളി മുസ്ലിമിന് അപ്പുറം അറബിക്കിന് പ്രാവീണ്യം ഉണ്ടെങ്കിൽ അറബിക്ക് പഠിച്ചാലാണ് എൻ്റെ വേർഡിനെ മനസ്സിലാക്കുള്ളൂ, അല്ലെങ്കിൽ അവനെ ഇൻവെസ്റ്റ് ചെയ്യും. സോ ഇവിടുന്നാണ് ഈ കേരളം വിട്ടാൽ എൻ്റെ പാട്ട് ഇന്റർനാഷണൽ ആവുന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടാവുന്നത്. സോ ആ തോട്ട് എനിക്ക് ഇവിടുന്ന് തന്നു. എൻ്റെ മണ്ണ് മലബാർ എന്ന് പറയുമ്പോൾ മലയാളമല്ല. പിന്നെ ഇപ്പൊ ഇവരെപ്പോൾ ആർട്ടിസ്റ്റിൽ വന്നപ്പോഴാണ് നമ്മൾ ഇവരുടെ ലാംഗ്വേജ് ഒന്നുകൂടെ ഇവർക്കൊരു എക്സ്പോഷർ കിട്ടി. ഈ ലാംഗ്വേജ് ഇവരുടെ ഒരു കമ്മ്യൂണിറ്റി നിന്നിരുന്ന ആ ഒരു സംഭവം ഇപ്പോൾ നമ്മുടെ ഓൾ കേരള അല്ലെങ്കിൽ മലയാളികൾ ഫുള്ള് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങി, ഇങ്ങനത്തെ മ്യൂസിക്കുകൾ കേൾക്കാൻ തുടങ്ങി. നേരത്തെ നമ്മൾ മാപ്പിളപ്പാട്ടുകൾ കേൾക്കുമായിരുന്നെങ്കിലും കുറച്ചുകൂടി ഹിപ്പ് ഹോപ്പ് മോഡേൺ മ്യൂസിക് വന്നപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഇതിനോടൊരു റിലേറ്റബിലിറ്റി കൂടി. അതിൻ്റെ ഇടയിലൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടെങ്കിൽ വെച്ചാൽ പണ്ട് യേശുദാസ് എന്ന് പറഞ്ഞാൽ അത്രയും അതുല്യമായിട്ട് നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന കലാകാരനാണ്. ഈ മോയിൻകുട്ടി വൈദ്യർ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കണ്ട റാപ്പ് അതൊക്കെയാണ്. ഇങ്ങനെയാണ് അതിന്റെ റൈംസ് ഒക്കെ പോണത്. പദപ്പയറ്റുകൾ നടക്കുന്നുണ്ട്. അത് യേശുദാസാണ് പാടിയിട്ടുള്ളത്, കുറേ പാട്ടുകൾ. അപ്പോൾ ഇവിടെ എന്താണ് ഒരു മതത്തിന്, എന്താണ് ആർട്ടിൽ, എന്താണ് ഇതുള്ളത്?
അവിടെ തന്നെ തെളിവാ. ഇന്നത്തെ എല്ലാം സംസാരിക്കണം. മോയിൻകുട്ടി വൈദ്യരും പദപ്പാട്ടും അതും മുത്തുനവരത്നമൂകം കത്തിടും മയിലാളെ ചെഞ്ചൊളീവില്, ഇതൊക്കെ അത്രയും പവർഫുള്ളാണ്. ചെഞ്ചൊളീവില് തഞ്ച് എന്ന് പറഞ്ഞാൽ പക്ക ഒളിവ്. സോ ഇതൊക്കെ ആരാലേ വിജയ് വെച്ച മാതിരി ഇതൊക്കെ മണ്ണാലല്ലേ. ഇജ് പറഞ്ഞ ഈ സെയിം സാധനം മൂപ്പര് പറഞ്ഞു. ശരിക്കും ഞാൻ ആലോചിക്കായിരുന്നു തിരുമാലിയുടെ മലയാളി ഡാ ഇസ് ആക്ച്വലി എ ട്രെൻഡ് സെറ്റ്, ഒരു പാത്ത് ക്ലിയർ ചെയ്യായിരുന്നു മലയാളം ഫോർ ഓൾ ഓഫ് us, ലൈക്ക് എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും യു ആർ ആക്ച്വലി ക്ലിയറിംഗ് എ പാത്ത് ഫോർ എ ഹോൾ ന്യൂ ജനറേഷൻ ഓഫ് മ്യൂസിക്. അവിയൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിൽ അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നു. ഇപ്പോഴും പല എഫ്എമ്മുകളും ഓണത്തിനും ഇതിനും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ട്. ആക്ച്വലി ഞാനത് കരുതിക്കൂട്ടി ചെയ്തല്ല. ഞാനും ഈ പറഞ്ഞ പോലെ പാട്ട് ഔട്ട് ഓഫ് പാഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പോയിന്റ് വെച്ച് ആ പാട്ട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ലെവലിലോട്ട് എത്തി. അതിങ്ങനെ ഒരു ജാൻഡ്ര ഇവിടെ അത് ഫോറെവർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനാണ് എന്നും ഏതോണം വരുമ്പോഴും മറ്റേ തിരുവാവണി ഞാൻ വിശ്വസിക്കുന്നത് ഓളമപ്പ് ഒരു കല്യാണപ്പറയിൽ ഏത് കല്യാണം നടക്കണം മലബാറിൽ ഒരു പാട്ട് അവിടെ പ്ലേയിങ് ആയാലും മണവാളത്തേക്ക് ഓളമപ്പും വരണം എന്നുള്ള ഉദ്ദേശം കൊണ്ടല്ല അത് അങ്ങനെ ഉണ്ടാക്കപ്പെട്ടതിന് കാരണം ഞാനാണ്. ഞാൻ ഈ ഉണ്ടാക്കുന്ന കാര്യത്തിനെ കുറിച്ചൊന്ന് ചോദിക്കട്ടെ. നിങ്ങൾ ഈ പ്രോസസ് ഓഫ് മേക്കിംഗ് ദ മ്യൂസിക് ഉണ്ടല്ലോ, അപ്പൊ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മൂഡാണോ ക്രിയേറ്റ് ചെയ്യുന്നത്? എന്തായിരിക്കും ട്രിഗർ? ഹൗ ഡസ് ഇറ്റ് സ്റ്റാർട്ട്? ഇൻസ്പിറേഷൻ എവിടെ നിന്നാണ്? അതോ ആരെങ്കിലും തല്ലു കൂടുമ്പോഴാണോ? നിങ്ങളുടെ മ്യൂസിക് എവിടെ നിന്നാണ്? ഒരു വൈബായിരിക്കും, അല്ലെങ്കിൽ ആദ്യം ഒരു റിതം ആണോ തലയിൽ കയറുന്നത്, അതോ ഒരു വാക്കായിരിക്കും? ഒരു മ്യൂസിക്കിന്റെ ഏതെങ്കിലും അബ്സേർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഈ സ്കീം എന്നുള്ള പാട്ട് ഞാൻ എഴുതുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, റെക്സ് എന്ന് പറഞ്ഞിട്ട്. റെക്സ് അടിപൊളി കഥ പറച്ചിലായിരുന്നാ. റെക്സിനെ ഇങ്ങനെ ഇരുത്തിയിട്ട് നമ്മൾ കഥ കേൾക്കുമായിരുന്നു റെക്സിൻ്റെ. അപ്പോൾ റെക്സ് ഒരുപാട് എക്സ്പീരിയൻസ്, പുള്ളി ഇങ്ങനെ എല്ലാ സാധനത്തും ഇങ്ങനെ പോയി നിൽക്കുന്ന ടീമാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടയ്ക്ക് എന്തോ ക്രിക്കറ്റ് മാച്ച് നടക്കുന്നതിനെ കുറിച്ചൊക്കെ പറയാം. അപ്പം ആദ്യം റെക്സിൻ്റെ ടീമിനെ ഡിസ്ക്രൈബ് ചെയ്യും ഫുള്ള്. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് പറയുന്നത് മറ്റേ അപ്പുറത്ത് അവന്മാരും ചെറിയ ടീമൊന്നുമല്ല മാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഇരുന്നിട്ട് പറയും നമ്മളും ചെറിയ ടീമൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയും. അവിടെ നിന്നാണ് എന്നിട്ട് ഇത് കൊള്ളാലോ എന്നുള്ള സാധനമാണ് സ്കീം എന്നുള്ള പാട്ട്. ഇങ്ങനെ നമ്മ ചെറിയ ടീമൊന്നല്ല, കാണാത്ത സീനൊന്നില്ല, ഇറക്കാത്ത സ്കീമൊന്നില്ല, വെറുതെ വീഡിയോ, അങ്ങനെയാണ് ആ പാട്ട് വരുന്നത്. അപ്പം ഇത് ഒരൊറ്റ എന്നെ ഇൻസ്പയർ ചെയ്ത ആ ഒരു ഒറ്റ ലൈൻ്റെ ഒരു വൈബ്. അപ്പൊ അതിനകത്ത് തന്നെ ഒരു ഫുൾ അല്ലേ, ഒരു ഫുൾ ഒരു കോൺവെർസേഷൻ സ്റ്റേജ് കോമഡി സ്കിറ്റിലും അത് ഭയങ്കര അങ്ങനെയൊക്കെയാണ് ഒരു പാട്ട് ജനിക്കുന്നത്. ഞാനാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉറങ്ങി കിടന്ന് ഉറക്കത്തിൽ നേടിട്ടപ്പോഴാണ് മലയാളിക്ക് എന്താടാന്നൊരു പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. ആ വേർഡാണ് പിന്നെ ആൾക്കാരെല്ലാം കൂടി എടുത്തുകൊണ്ട് മലയാളിക്ക് എന്താടാ, മലയാളി പുളിയാടാ, അങ്ങനെയൊക്കെ ഒരു വേർഡ് എന്നൊരു തോട്ടിൽ നിന്നൊക്കെയാണ് ഈ സംഭവം സ്പാർക്ക് ചെയ്യുന്നത്. ഇന്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടി ഉണ്ടാവണേ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മണവാളൻ തക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് മലബാറി ബാങ്ങർ ഞാൻ എഴുതിച്ചെന്ന് വെച്ചാൽ മറ്റേ സ്റ്റാർട്ടിങ് ലെസ്സിനെ കണക്കിന് കാണാൻ കിട്ടുകയും അതൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും അവിടെ റെഡിയാണ്. അപ്പൊ ഇക്കൊന്ന് ഭയങ്കര കുറച്ച് തിരക്കൊക്കെ ഉള്ള അത്യാവശ്യം ഷോസൊക്കെ ആയി. എന്തെങ്കിലും അന്നല്ലേ നമുക്ക് വെറുതെ ഇരിക്കുന്ന ഒരു എനിക്ക് കുറേ ഷോക്കോൾ വരില്ല, അങ്ങനെ പിന്നെ അടിച്ച് ഷോ ചെയ്യലല്ലേ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മലബാറി ബാങ്കറിലെ ലാസ്റ്റ് വരുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് ഇന്ന് വെയിറ്റ് ചെയ്ത് അങ്ങനെ ലാസ്റ്റ് രാത്രി എത്തി. അപ്പോൾ ആയിരിക്കണമെന്നിങ്ങനെ ആ സാധനം ഉണ്ടാക്കണം, അവിടെ ഒന്നുമില്ല. അങ്ങനെ പോയിരുന്നിട്ട് യാത്ര കൊച്ചിയിൽ നിന്ന് പറഞ്ഞ ഷോ കഴിഞ്ഞിട്ട് നേരെ ഓടി രാത്രി റൈറ്റുവിൻ്റെ പെരയിലാണ് റെക്കോർഡിങ്ങുള്ളത്. അങ്ങനെ അവിടെ പോയി നോക്കി സെറ്റപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു കല്യാണം 90s കല്യാണത്തിൻ്റെ ബ്ലാക്ക് വണ്ടിയിൽ സ്പീക്കറൊക്കെ അന്തരൂപത്തിലുള്ള ഒരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞ റൂമിൽ വെല്ലിപ്പാട് സ്പീക്കറും അതൊക്കെ വെച്ചിട്ടൊരു ബേസിക് സാധനം ഉണ്ടാക്കി ഡെസ്ക് ഉണ്ട്. അപ്പം ഞങ്ങൾ ബഡ്ഡിങ് ടൈമിൻ്റെ ഒരു നമ്മളെല്ലാവരും ഇന്ത്യയിൽ വരുന്ന സാധനത്തിന്. അപ്പോൾ അവിടുന്ന് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കും, ഇങ്ങനെ നടക്കുന്നുണ്ട്, ചെക്കന്മാർ MHR ഇരിക്കുന്നുണ്ട്, ജോക്കർ അള്ളാൻ്റെ മോ വെയ്യട്ടടാ ഞാൻ ആരോടും പറയാത്ത കാര്യമാണ് ഈ അള്ളാൻ്റെ മോക്ക് വീട്. അപ്പോൾ ആ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യമായിട്ട് ചരട്ടൊക്കെ അയച്ചിട്ട് ചൂടെടുത്തിട്ട് അങ്ങനെ ഒക്കെ അയച്ചിട്ട് ഒരു നീല നിക്കറ് മാത്രം ഇട്ടിട്ട് വെച്ചിട്ട് എല്ലാ പോയി വെക്കുക. എന്നിട്ടാണ് ഇങ്ങനെ ഇതടി അങ്ങനെ വന്നതാണ് അള്ളൻ്റെ വെച്ചാൽ എന്തുണ്ടായാലും പഠിച്ചോലെ കാക്കിട് ഭഗവാനെ കാക്കിട് തന്നെ നമ്മളമ്മയാണ്.
ഇമ്മയും പഠിച്ചതൊന്നാണ്. അല്ല ഞാൻ ആലോചിക്കട്ടെ, ടാപ്സി വീട്ടില് ഭാര്യയോട് വഴക്കുണ്ടാക്കുമ്പോഴും വൃദ്ധത്തിലായിരിക്കും. ഓൾ നല്ല ശമ്പളമുള്ള ആക്ച്വലി. അല്ല എൻ്റെ ഈ ഒരു കാര്യത്തിലുള്ള ഒരുപാട് കാര്യം ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഇതിൽ പല പരിപാടികളിലും കുറേ പ്രശ്നങ്ങളും അതിൻ്റെതായ അനുഭവിക്കുന്ന കുറേ സാധനങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. 2021 നമ്മള് TDTക്ക് ഡൗൺ റോഡൻസിന് ഓപ്പൺ ചെയ്യാൻ പോണ സമയത്ത് ഡാബ്സ് ഇരുന്ന് പറയണ്ടായിരുന്നു ഇതൊക്കെ. നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ട് അല്ല ഞങ്ങൾ എന്നും സ്വപ്നങ്ങൾ കൈമാറി നമുക്ക് അടിപൊളിയായി ചെയ്യണം, സെറ്റ് ആക്കണം. നമ്മളെല്ലാരും രക്ഷപ്പെടണം, ഇതുകൊണ്ട് പൈസ മേടിക്കണം. അപ്പൊ അത്രയും വേറെ ഇവന്റിലും ഉണ്ടായിരുന്നു. ഞങ്ങൾ UK പോയി ഷെയർ ചെയ്തിട്ട് സ്റ്റേജ് ചെയ്തു. 10,000-1,500 ആൾക്കാർ ടിക്കറ്റ് ഞങ്ങളെ കണ്ടിട്ട്. എന്നിട്ട് ഡാബ്സിയുടെ ഇൻസ്റ്റഗ്രാം ആദ്യം ബയോയില് അഗ്രസീവ് ഡ്രീമർ എന്നായിരുന്നു. അത് കറക്റ്റാ. ഞാൻ കറക്റ്റ് സാധനം അഗ്രസീവ് ഡ്രീമർ. എനിക്ക് തോന്നുന്നു ആ ഒരു അഗ്രഷനാണ് ശരിക്കും സക്സസ് ആണെങ്കിലും അങ്ങോട്ട്. ഇതിനകത്ത് തിരുമാലിയാണ് ഏറ്റവും ശാന്തനായിട്ട് ഇരിക്കുന്നത്. ഞാൻ ഇവരുടെ കഥകളെ കേട്ടോണ്ടിരിക്കും. അല്ല, നിങ്ങളുടെ ഫേസ് ഓഫ് സ്ട്രഗിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, ഇപ്പം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ താങ്ക്ഫുള്ളി നിങ്ങളെല്ലാവരും നല്ലൊരു സ്റ്റേറ്റിലാണ്, പക്ഷേ ഏറ്റവും സ്ട്രഗിൾ ചെയ്തൊരു ഫേസ് ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ തീർച്ചയായിട്ടും ആ ഒരു ഫേസ് എന്താ? പക്ഷെ നടന്ന വഴിയിൽ വെറിയുള്ളതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമില്ലാതായി. നമുക്ക് കിട്ടുന്ന പിന്നെ ഇവർക്കൊക്കെ ഉണ്ടാവും. ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള ആസ് എൻ ആർട്ടിസ്റ്റ്, ഞാൻ പുതിയ തലമുറകളിലെ ഇപ്പം ഇൻസ്റ്റഗ്രാം കൊണ്ട് സക്സസ് ആയ ഒരു മനുഷ്യനെ ആലോചിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഡാപ്സി. അല്ലെങ്കിൽ എനിക്ക് കണ്ട UK എല്ലാ ഷോസ് എത്തിയിട്ടുള്ള ഇൻസ്റ്റഗ്രാമിൽ റിക്വസ്റ്റ് മെസ്സേജിൻ്റെ ഫോൾഡറിൽ ആർ യു അവൈലബിൾ ഫോർ ദ ഡേറ്റ് ഇൻ ദിസ് ഷോ ബ്ലാ 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 അങ്ങനെ വന്നു കയറിയ പല എന്താ പറയുക അവസരങ്ങളിൽ നിന്നാണ് ഇന്ന് പല വലിയ വലിയ സാധനങ്ങൾ. അതുപോലെ നമ്മളൊന്നുമില്ലാത്ത സമയത്ത് ഇപ്പോൾ ഷഹബാസ് സ്റ്റാർട്ടഡ് ഫോളോയിങ്. അപ്പം നമുക്കൊരു 500 റുപ്യ ഇല്ലാത്ത എനിക്കൊരു 1000 റുപ്യയുടെ എണ്ണ ഫ്രീ ആയി അടിച്ച മൈലേജ് കിട്ടുക. ഇതിപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്തേക്കുന്നത്? ആഷിഖ് അബു സ്റ്റാർട്ടഡ് ഫോളോയിങ്. അതായത് ഓൾറെ കുറെ ആർട്ടിസ്റ്റുകൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇപ്പൊ എമിനം എന്നെ ഫോളോ ചെയ്ത എന്റെ അവസ്ഥ എന്താവും? എന്റെ പെരേര ബിരിയാണി ഓരോ ഫേവറേറ്റ് ആർട്ടിസ്റ്റുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആർട്ടിസ്റ്റുകൾ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് പൈസ ഇല്ലെങ്കിലും ഒരു തരുന്നൊരു എനർജി ഉണ്ട്, ഒരു ഫ്യൂവലാണ്. ഇതിന്റെ ഒരു സംഭവം വെച്ചാൽ നമ്മളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കണ്ട് പഠിക്കുന്നവരാണ്. നമുക്ക് ആദ്യം റെഫറൻസസ് ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ വളരുന്ന സമയത്ത് ഇപ്പൊ ഞാനാണ് ആദ്യം റാപ്പ് ചെയ്യുന്ന പറഞ്ഞാലും ഞാൻ MC കൂപ്പറിൽ നിന്ന് പലതും പഠിച്ചിട്ടുണ്ട്, ഡാപ്സിയുടെ നിന്ന് പലതും പഠിക്കുന്നുണ്ട്. നമ്മൾ പരസ്പരം ഇതെല്ലാം ഷെയർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതാണ് അതിന്റെ ഒരു പാഷൻ. പക്ഷെ എന്നാലും ബ്രോ വന്ന സമയത്ത് ആ ഒരു ലൈക്ക് അല്ലേ നമുക്ക് സീൻ വളരെ മോശമാണ്. അങ്ങനെ റാപ്പേഴ്സ് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. കഷ്ടപ്പെട്ടിട്ടുണ്ടാവൂലേ? നമ്മുടെ ആൾക്കാർ ആദ്യമായിട്ട് റാപ്പർ എന്ന് പറയുന്നത് ഫെജോൻ തിരുമാലിയാണ് നമ്മുടെ നാട്ടിലെ. ആ സമയത്ത് എങ്ങനെയായിരുന്നു? ഷോസ് കിട്ടുമായിരുന്നു? ഇല്ലില്ല, നമ്മൾ ഇങ്ങനെ ഇതൊരു ഇൻഡസ്ട്രി ആയിട്ട് ഇങ്ങനെ മാറുമെന്നോ അല്ലെങ്കിൽ ഒരു സീനായിട്ട് വളരുമെന്നൊരു യാതൊരുവിധ ഐഡിയ ഇല്ലാതെ തുടങ്ങിയൊരു പരിപാടിയാണ്. നമുക്ക് ഇതിനൊരു ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രം ചെയ്തു. ഒരു പോയിന്റ് വെച്ചത് ഒരു കരിയർ ഓപ്ഷനായി മാറുന്നു. ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സംഭവമാണ്. അങ്ങനെ ഒരു ധാരണ എത്തിയതാണ്. നമ്മളിത് ഒരിക്കലും എത്തുകയാണെന്ന് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയതുകൊണ്ട് പട്ടിണി കിടന്നില്ല. അല്ല, അപ്പൊ ഏതെങ്കിലും സമയത്ത് പേടിയുണ്ടായിരുന്നു മറ്റേ അയ്യോ 2 വർഷം ഇത് ചെയ്തിട്ട് ഇതൊന്നും നടന്നില്ലെങ്കിൽ പോയിന്റ് ഉണ്ടായിരുന്നു. എനിക്കിത് ഫുൾ ടൈം ഇതിലോട്ട് തന്നെ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഈ സാധനം ഞാൻ ആലോചിക്കുന്നത് അറൗണ്ട് എന്റെ +1 +2 കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവർക്കും ആ ഒരു സ്റ്റേജ് ഉണ്ട്. ഗാനമേളക്കൊക്കെ പോയിരുന്നു. ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയാം, ഞാൻ +1 +2 എന്റെ പെറ്റി ക്യാഷും അതുപോലെയുള്ളതൊക്കെ നമ്മൾ കളക്ട് ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള ശനിയാഴ്ച ഞായറാഴ്ചകളിൽ കിട്ടുന്ന ഗാനമേള എന്നിട്ട് ഹവ്വ വേൽമുരുക പിന്നെ അതുമാതിരി ഏതായിരുന്നു പടപടക്കട പകലാനി ഇതൊക്കെ പാടും. 6 പാട്ട് പാടും, ഒരു 3000 രൂപ കിട്ടും. സോ അന്ന് മൈക്ക് വിളിക്കാൻ ഞാൻ പ്രാക്ടീസ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് കൊച്ചിൻ മ്യൂസിക് ഫെഡറേഷനിലെ ആഷിഖ് അബു എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ അന്ന് അനുഭവിച്ച കിട്ടിയ ഭയങ്കര വലിയൊരു സ്റ്റേജ്. സോ പിന്നിൽ ഞാൻ 12, 15, 18 വർഷം പണിയെടുത്തിട്ട് ഹെഡ്ഫോണിൽ ആസ് എ ലിസണർ 15 കൊല്ലം ഞാൻ പണിയെടുത്തിരിക്കുന്നു. വെദർ ഐ എം ഇൻ ഡൗൺ ഓർ അപ്പ് ഏത് സിറ്റുവേഷൻ സ്റ്റേജിലാണല്ലോ മ്യൂസിക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഹെഡ്ഫോണിൽ. സോ അത് ഞാൻ ലിസൺ ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഞാൻ എഴുതുന്നതും കമ്പോസിനും എല്ലാവർക്കും ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ഉണ്ട്. മ്യൂസിക് ഒരു കരിയർ ഓപ്ഷനായിട്ട് നമുക്ക് എപ്പോഴും കാണാൻ പറ്റാത്തൊരു ആ ഒരു വളർന്നു വരുന്ന സ്റ്റേജിൽ ഒരിക്കലും കാണാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചൊരു ബാലികേറാൻ മല തന്നെയായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഇൻഡസ്ട്രി സീനിൽ വന്ന് പെടുവെന്ന്. ഡ്രീം കം ട്രൂ ആണ് ആക്ച്വലി. ഇവരൊക്കെ ബാർസും ബാർസൊക്കെ അറിയില്ല സത്യം. ഞാൻ ഹിപ്പോപ്പ് പാട്ട് കേൾക്കാറില്ല. ഇപ്പൊ ഇവര് കാരണം കുറെ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു പരിപാടി ഉണ്ട്. ഇപ്പൊ ഈ ടൂപ്പാക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ബിഗ്ഗി ആണെങ്കിലും കുറെ ആർട്ടിസ്റ്റുകൾ ഇവര് ത്രൂ എനിക്ക് നാസ് ഇങ്ങനെ കുറെ ആർട്ടിസ്റ്റുകൾ ഇവരൊക്കെ കാരണം കിട്ടിയിട്ട്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താ, ഞാൻ ചെറിയൊരു പിടുങ്ങ് ചെങ്ങയ്യ
ഐ ഹാവ് ടു ലേൺ മോർ. നേരത്തെ പറഞ്ഞു തന്നെ മൂപ്പരും പറഞ്ഞു മ്യൂസിക് തന്നെ നിൽക്കൂല, ഇങ്ങനെ പഠിച്ചു. സോ ഹൗ ഡു യു ലേൺ? ലൈക്ക് ഇപ്പം നമ്മൾ ശരിക്കും നിങ്ങളൊരു ജോണർ ഓഫ് മ്യൂസിക്കിലേക്ക് ബിലോങ് ചെയ്യുമ്പോൾ പല തരത്തിലുള്ള മ്യൂസിക്കിനോട് എക്സ്പോസ് ആവാറുണ്ടോ? സേ ഫോർ ഇൻസ്റ്റൻസ് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള എക്സ്ട്രീം എൻഡാണ് ക്ലാസിക്കൽ കർണാട്ടിക് മ്യൂസിക്, അത് കേൾക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഡു യു എക്സ്പോസ് യുവർസെൽഫ് ടു സംതിങ് എൽസ്? നിലയില്ലാത്ത പോലെ മഴയില്ലാതെ മായാതെ ലോകം പിടിയില്ലാതെ പാരാകെ വാനില്ലൂർന്നു. How I got this? ഞാൻ ട്രെയിൻഡ് അല്ല, ഞാൻ ആക്ച്വലി ഒരു വർഷം ശാസ്ത്രീയ, പക്ഷെ അതുകൊണ്ട് ഒരു മെച്ചം ഉണ്ടായിട്ടില്ല. മറ്റേ മഹാഗണപതി അതൊക്കെ വെച്ച് അരങ്ങേറ്റമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ വളരെ എനിക്കൊന്ന് കൂടുതൽ 10 പേരൂടെ പാടിയത് കാരണം നമ്മുടെ സൗണ്ട് വെറുതെ കേട്ടില്ല. വേറെ രക്ഷയുണ്ട്. അപ്പം ഇതിന്റെ ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്നല്ലാണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ റാപ്പിലേക്ക് റാപ്പാണ് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പറ്റുക എന്നുള്ളത് തന്നെ പാടാൻ പറ്റില്ല എന്നുള്ളതിൽ പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടായിരുന്നു ഞാനും റാപ്പിലേക്ക്. എനിക്ക് കമ്പോസിങ്ങും അതുമാതിരി എഴുത്തും പാട്ടും കവാലിയും ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് എനി കൈൻഡ് ഓഫ് ബോർഡർ ഒരു സാധനം വേണ്ടി ഞാനങ്ങനെ മ്യൂസിക്കിന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എന്തും ചെയ്യണം ഒരു ബൗണ്ടറിയിൽ. ഇവരെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചമ്പുവിനെ വിളിക്കുകയും ചിലപ്പോൾ ഞാൻ കമ്പോസ് ചെയ്ത് പാട്ട് ഇടാനാണ് വിളിക്കുക. ബിക്കോസ് ഞാൻ കമ്പോസർ അത്രയും ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ആ പണിയെടുക്കുന്ന സിനിമയിൽ. ഇതിനോടൊരു ഇഷ്ടമില്ലാതെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പറയുക, പൈസക്ക് വേണ്ടിയിട്ട് ഞാൻ പണിയെടുക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് ആർട്ടിനെ എന്തെങ്കിലും കാട്ടിയിട്ട് അവതരിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ ബേൻ ചെയ്യുന്ന ജോൺറി ഉണ്ട്, ഓൻ്റെ ഏത് പാട്ടിട്ടാലും ഇക്കെ തിരും, അത് തിരുമാലിൻ്റെ പാട്ട്, ഓൻ്റെ പാട്ടിട്ടാലും തിരും. സോ ദർ ഇസ് എ സിഗ്നേച്ചർ. അതന്നെയല്ലേ ചില ആർട്ടിസ്റ്റുകളും വ്യത്യസ്തരാണ്. ചിലര് ഇതുപോലെ ഒത്തിരി ജോൺറസ് എക്സ്പ്ലോർ ചെയ്യാൻ അല്ല അതിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. ചിലര് ആ ജോൺറയെ തന്നെ മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഇതിനകത്തും പുറത്തുമായിട്ടൊക്കെ തന്നെ അകത്തും ഒരു വലിയ ലോകമുണ്ട്. ഓർമ്മകളാണ് ഞാൻ കണ്ട അന്നത്തെ ഒരു ആ സമയത്ത് വിമർശക കുടിക്ക് നീ വരും നിങ്ങളൊക്കെ കൂടി ചെയ്ത പാട്ടിൽ എത്ര വർഷം സോ ഇറ്റ്സ് ഹാപ്പൻഡ്. അത് മാത്രമല്ല ഡാബ്സിയുടെ ഒക്കെ സാധനം വന്നു കഴിഞ്ഞിട്ടാണ് മറ്റേ മെലോഡിക് ആയിട്ടുള്ള പരിപാടി ഇതിനകത്തോട്ട് ഒത്തിരി ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര ഡൈനാമിക് ആവുന്നു എന്നുള്ളത്. അപ്പൊ ഞാനിപ്പോ മറ്റേ ഇടയ്ക്ക് ബാക്കിലൂടെ ഒരു ഹൈ ഒക്കെ പോകും, എന്നിട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ സൗണ്ട് ഇച്ചിരി കുറയ്ക്കേണ്ടി വരും. പക്ഷെ കുഴപ്പമില്ല, ഇത് അള്ളൻ്റെ അമ്മ എടുക്കുക വെച്ചാൽ നമ്മളെ മലബാർ എന്നല്ല കേട്ടോ പറഞ്ഞു, മലയാളിയായിട്ട് ജനിച്ചവർക്ക് കിട്ടുന്ന കുറച്ച് കൾച്ചറൽ ഒരു പരിപാടി. അതിന് എത്ര വൈഡാണ് എന്നറിയോ ചെങ്ങായി. ഈ കഥകളി അത് ഇത് മറ്റെന്നൊക്കെ പറയും. ഒരാൾ ട്രെയിൻ ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം ഞാൻ എന്തുകൊണ്ട് ആംഗലേയ ഭാഷ തേടി പോകത്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇഫ് ഐ ഇൻവെസ്റ്റ് ടൈം ദർ ഐ സ്റ്റക്ക് ദർ. എൻ്റെ ഒരു 2 മണിക്കൂറും കൊടുക്കണം. എനിക്ക് മലയാളത്തിൽ തനിയും എന്തെങ്കിലും സംസാരത്തിൽ കൊളോക്കിയൽ എന്താ കളക്കണ ആൾക്കാരുള്ള ഓരോ പൊക്ക പിടിക്കുക ഇതാക്കുക. കാര്യം വെച്ചാൽ അത് പുറത്തേക്ക് ഇന്റർനാഷണലാണ്, റൂട്ടാണ് ഇന്റർനാഷണൽ വിശ്വസിക്കണി. ഈ പണി തന്നെ കൊടുത്തോണ്ടിരിക്കണേ. നിങ്ങളുടെ മ്യൂസിക് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ സംസാരിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ്. 3 ആംഗിൾസ് ആണ്. ഒന്ന് റെപ്രസെൻറ്റേഷൻ ആണ് നമുക്ക് ഓഫ് യോർ, ഇപ്പോൾ ദാബ്സി പറയുന്ന റൂട്ട്സ് റെപ്രസെൻറ്റേഷൻ. പിന്നെ ഒന്ന് പ്യുവർ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ. പിന്നെ ഉള്ളത് ഒരു തരം അമാൽഗമേഷൻ മാത്രമല്ല, ആൻഡ് ഇറ്റ്സ് ഓൾസോ എൻ ഇൻഫ്ലുവൻസ്, ഒരു മെസ്സേജിങ്. ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ഒപ്രഷൻ്റെ വോയിസ് ആവുന്നുണ്ട്. സോ ഹൗ ഡു യു ഡിസൈൻ? ഞാൻ ഈ അടുത്ത പാട്ട് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പാട്ട് എവിടെ നിന്ന് വരണം? ഈ ഒരു ഏരിയ പ്യുവർ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കണോ, അല്ലെങ്കിൽ ഒരു മെസ്സേജിങ് ആയിരിക്കണോ, അല്ലെങ്കിൽ ഒരു വോയിസ് ഓഫ് ഡിസ്ട്രെസ്സോ പ്രഷനോ അങ്ങനെ ആയിരിക്കണോ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിരിക്കണം? അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാകാറുണ്ടോ ബിഫോർ യു ആക്ച്വലി കൺസെപ്ച്വലൈസ് എ നെക്സ്റ്റ് സോങ്? എനിക്ക് പാട്ടിനേക്കാളും കൂടുതൽ നമ്മൾ മറ്റേ വ്യക്തികളായിട്ട് അല്ലേ, നമ്മുടെ വ്യക്തിത്വത്തിൽ നമ്മൾ ഈ പാട്ടിനകത്തൂടെ നമ്മൾ ചെയ്യാൻ നോക്കുന്ന സാധനം നമ്മൾ ആ രീതിയിൽ വളരണം. അതാകുമ്പോൾ നമ്മുടെ ഹ്യൂമറിനകത്താണെങ്കിലും, കാരണം നമ്മളിതൊരു പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത് പോലത്തെ ഒരു മീഡിയ ആണല്ലോ. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യുമ്പം വളരെ എഫേർട്ട്ലെസ്ലി ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഐഡൻറ്റിറ്റിയിലെ പല ഭാഗങ്ങളായിട്ടുള്ള ഈ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നതും അതിനകത്ത് എൻ്റർടൈൻമെൻറ്റിനകത്തും ചിലപ്പോൾ നമ്മുടെ പൊളിറ്റിക്സ് വരും. അപ്പം അത് തന്നെ. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു വലിയൊരു പബ്ലിക് ഇതിനകത്തുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അതൊരു റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. അപ്പം അതിനനുസരിച്ച് നമ്മളും വളരണം. അപ്പം നമ്മൾ ആ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആവുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ചുള്ള വ്യൂസാണ് നമ്മളെ ഷേപ്പ് ചെയ്യുന്നത്. അപ്പം പയ്യെ നമ്മുടെ എൻ്റർടൈൻമെൻ്റ് എന്നുള്ള ഇതിൻ്റെ ഭാഗമായിട്ടും പൊളിറ്റിക്സ് വരുന്നുണ്ട്, നമ്മുടെ പെർസ്പെക്റ്റീവിൻ്റെ പല സാധനങ്ങൾ, നമ്മുടെ റെപ്രസെൻറ്റേഷൻ വരുന്നുണ്ട്.
എല്ലാം വരുന്നുണ്ട്. അപ്പം അത് അങ്ങനെ തന്നെ ചെയ്തു പോകണമെന്നൊന്നുമില്ല അല്ലേ, നമ്മളിപ്പോ ചിലപ്പോൾ സെപ്പറേറ്റ് ട്രാക്ക് ആവണം. ഞാനിപ്പോ ഒരു ട്രാക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ ഇതുപോലെ ആദ്യമേ ശരി ഇതൊരു പ്യൂർ എന്റർടൈനർ ആയിരിക്കണം. ആ ഒരു ഇത് ധാരണ വെച്ചിട്ടാണ്, ഇൻഡസ്ട്രി വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അടുത്തൊരു പൊളിറ്റിക്കൽ ട്രാക്ക് ആയിരിക്കണം, അതിന്റെ കോൺസെപ്റ്റ് ഇങ്ങനെ ആയിരിക്കണം, അടുത്തത് ഇങ്ങനെ ആയിരിക്കണം. ഞാൻ അങ്ങനെ ഒരു ധാരണ വെച്ച് തന്നെയാണ് ഇപ്പോൾ ഒരു എന്റർടൈനർ ഇറക്കിയാൽ ദെൻ അതൊരു എന്റർടൈനർ ആയിരിക്കരുത്, സംതിങ് ഒരു കോൺഷ്യസ് റാപ്പ് പോലത്തെ ഒരു സംഭവം ആയിരിക്കണം. ഞാൻ അങ്ങനെ ഒരു ധാരണ വെച്ച് തന്നെയാണ് എല്ലാം വർക്ക് ചെയ്യുന്നത്. എന്റെ കാര്യത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ മ്യൂസിക്കാണ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്റെ അടുത്തിറങ്ങാൻ പോകുന്ന ഒരു ഹിന്ദി പാട്ടാണ്, സോണി എന്നാണ് അതിന്റെ പേര്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഒരു സൈഡ് ട്രാൻസ് പാട്ടാവും ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ കവാലി. ഇപ്പം ഞാൻ പഠിച്ചോന്ന് വായിച്ചിട്ട് ഇപ്പം ഈ സിനിമയിൽ ഇത്രയും പാട്ടുകൾ. സോ പ്രെഡിക്റ്റബിൾ അല്ല, അൺപ്രഡിക്റ്റബിൾ ആണ്. അതുപോലെ തന്നെ ഒരിക്കലും ഇവൻ എന്തായി കാണിക്കണേ, അലിഫ് ഇറങ്ങി, സാമ്പാറും അലിഫും തമ്മിൽ, അലുവയും മത്തിക്കറിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ഈസ് ഓൾ കൈൻഡ് ഓഫ്, അവിടെ അല്ലേ വെർസറ്റൈൽ എന്ന് പറഞ്ഞ ഒരു വാക്കിന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത്. അത് നമ്മൾ പറയരുത്, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. അത് പറയിപ്പിക്കാനാണ് ഞാൻ പണിയെടുക്കണം. ഇന്ത്യൻ്റെ ദാറ്റ്സ് യെസ്. ഞാൻ ആരോടും എൻ്റെ പാട്ട് കേൾക്കാൻ പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് സൗകര്യം നിങ്ങൾ പാട്ട് കേട്ടാൽ മതി. ഐ വിൽ നെവർ ആസ്ക് പ്ലീസ് ഒന്ന് കാണുന്നു കേൾക്കും. ഞാൻ പറഞ്ഞിട്ടില്ല, ടിൽ ഡേറ്റ് ഞാൻ പറയില്ല. കാര്യം അത് അവർ എക്സ്പ്ലോർ ചെയ്ത് കാണുമ്പോൾ ഡെപ്സി അവനെ ഏതാണ് ഞങ്ങി ഓനൊരു 2 പരിപാടി കുഴപ്പമില്ലല്ലോ, ഞാൻ അടുത്ത് പോയേക്ക്. ദെൻ ഈസ് ഡിഗിങ് ദെൻ ആഫ്റ്റർ. ആ വാക്ക് ഉപയോഗിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. ഇന്ത്യൻ്റെ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം, നമുക്കൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വളരെ ഇംപ്രഷനബിൾ ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പിനെയാണ്, ഒരു യൂത്തിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫും അതിനകത്തെ ഇൻറ്റഗ്രിറ്റി, അതായത് മ്യൂസിഷ്യൻ എന്ന ഇൻറ്റഗ്രിറ്റിയും ഒരു വ്യക്തി എന്ന ഇൻറ്റഗ്രിറ്റിയും ഒരുപോലെ ഉണ്ടായിരിക്കണം. അത് നിർബന്ധമാണോ? കാരണം അതൊരു വലിയ പ്രശ്നമാണ് പലർക്കും. ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നു കഴിയുമ്പോൾ ആ സഡൻ ഫെയിമും സഡൻ ഗ്ലോറിയും പൈസയും എല്ലാം കൂടി വരുമ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങളും തെറ്റിപ്പോവും, മറന്നുപോകും. ആൻഡ് പല എന്താ പറയുക വീഴ്ചകളുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇൻറ്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കുക നിങ്ങൾ, ഡു യു ഫീൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് എൻ ആർട്ടിസ്റ്റ്? വാക്കെടുത്താൽ വാക്കെത്തി, പോരെടുത്താൽ പോരാളി, ഈ തോക്കെടുത്തിട്ട് അവിടെ ആർട്ട് പരസ്യം പോലും ഭയങ്കര സോ അത്രയും ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള റിയാക്ഷനിലൂടെയാണ് ഓരോ ആർട്ടിസ്റ്റും ബഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ദേശീയ അഗ്രഷനൊക്കെ, കാരണം വെച്ചാൽ ഡോഗിനെയും സ്ട്രീറ്റ് ഡോഗിനെ കാണുന്ന അതേ കണ്ണിലൂടെയാണ് ഒരു ആർട്ടിസ്റ്റായിട്ടുള്ള ഇന്ന പലരും. ഞാൻ അവരോട് ഒരു ദേഷ്യമില്ല, ദേ ഗിവൻ മീ ദ റെസ്റ്റ്. നാക്കിൻ്റെ ജാക്കി ചാനൽ, ഡ്രിപ്പിൻ്റെ കാര്യത്തിൽ ഫാഷൻ ചാനൽ, ഗിക്സ് നിന്ന് മേണ തട്ടിൻ്റെ മാറിന് ഹിറ്റൊക്കെ പറക്കണ തെക്കൻ കാറ്റിൽ, ജെറ്റിട്ട് പായണ് പുത്തൻ കാറിൽ, ട്രിപ്പിന് കണക്കിന് മുന്തിരി ചാറുണ്ട് നിൽപ്പനെ അടിക്കണ ലോക്കൽ ബാറിൽ, പടകൾ കുതിക്കണം സെക്കൻഡ് ചാൻസിന്, ക്യാഷഡ് 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 നീ, ക്യാഷഡ് 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 നീ. ഓനക്ക് ഇത്രയും വലിയ അപ്രിസിയേഷനും അതുപോലെ സന്തോഷങ്ങളും അഭിനന്ദനങ്ങളും അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകളും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നിന്ന് സ്വീകരിച്ച സുഖലോലുപനായി ജീവിക്കാൻ കഴിയുമെങ്കിൽ ഇന്ത്യൻ്റെ അതിൻ്റെ അപ്പുറത്തേക്ക് അന്നെ കൊട്ടാൻ ഇതിന് കഴിയും എന്നുള്ള ഒരു സാധനമുണ്ട്.